റിവോൾവർ റിംഗോ വരികയാണ്. ക്യൂട്ട് കുട്ടികളുടെ ഒരു സിനിമയാണ്. സൂപ്പർ ഹീറോ പടം കണ്ട് ഇൻസ്പയർ ആയിട്ട് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ആഷിഖിനെ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും തിരുമേനി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ആഷിഖ്. ആഷിഖ് ഇന്ന് തുടക്കം തന്നെ തിരുവേനി ഇരിക്കണോണ്ടാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. അതറിയില്ല, ഞങ്ങളിരിക്കുമ്പോ അങ്ങനെയല്ല സംസാരിക്കും. എനിക്ക് എഴുതാൻ പറ്റും കുറച്ച്, അത് എങ്ങനെ പാടാൻ പറ്റുന്നു, അത് ഞാൻ നോക്കാറുണ്ട്. ലാലേട്ട മൂവി എന്തായി? അതൊന്നും അങ്ങനെ ഒരു പടം ഇല്ല. അങ്ങനെ പറയും. മിന്നൽ കുറേ മാറി, അതാണ് അങ്ങനെ എഴുതാൻ ഞാൻ ലഹരി ഉപയോഗിക്കും. അത് സംഗീതത്തിന്റെ ലഹരിയാണ്, മറ്റേ ഒരു ലഹരി ഉപയോഗിക്കില്ല. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. റിവോൾവർ റിംഗോ വരികയാണ്. വിശേഷങ്ങളുമായി എന്നോടൊപ്പം ടീമാണ്. വെൽക്കം. ആദ്യമായിട്ട് അങ്ങനെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പാട്ടുകൾക്ക് എന്ത് തരം സ്വഭാവമാണ്, എന്ത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? പലതരത്തിലും, എല്ലാ ടൈപ്പും ഉണ്ട്. എത്ര സിനിമ എത്ര പേരുണ്ടോ അത്രയും തരത്തിലുള്ള അതെ. എത്ര പാട്ടുകളുണ്ട് നമുക്ക്? എനിക്ക് തോന്നുന്നു ഏകദേശം 4000-അടുത്ത് വരും. അല്ലല്ല, നമ്മുടെ ഈ സിനിമയുടെ ഓക്കെ രണ്ട് സോങ്സ് മോനാണ് അതിന്റെ മ്യൂസിക്. എന്ത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്? ശരിക്കും മെലോഡിയാണ്. മലയാള തനിമയുള്ള പാട്ടുകൾ തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്, എൻജോയ് ചെയ്ത പാട്ടുകളാണ്. അസോസിയേഷൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് തിരുമേനിയോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഞാൻ ജോസഫിൽ വന്ന സമയം തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ് അദ്ദേഹത്തിനോട്. ഞാനും അന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഗവൺമെന്റ് അതൊരു വലിയ കോംപ്ലിമെന്റ് അല്ല. അതെ, തിരുമേനി പറഞ്ഞു മാളികപ്പുറം ഒക്കെ തിരുമേനി പിന്നെ. അപ്പോൾ എനിക്കത് വളരെ ആഗ്രഹമായിരുന്നു. കുറെ എന്നോമൽ നിധിയില്ല എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഞാൻ തിരുമേനി എഴുതാമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അത് ഹരിനാരായണ ചേട്ടനും അറിയാം. അപ്പോൾ അന്നോട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ട് നമുക്കത് ഒരുമിച്ച് ചേരാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ സംഭവിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള വരികളും ഒക്കെ തിരുമേനി എനിക്ക് തന്നു. യെസ്, കം ടു സിനിമ. റിവോൾവർ റിംഗോ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ്. കാരണം എന്താണെന്ന് പറയുക, ഇതിലൊരു ഫാന്റസി എലമെന്റ്സ് വരുന്നു എന്നൊരു തോന്നലുണ്ട്. ആ പിക്ചറിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ടീസറിന്റെ ഒരു ശകലൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. എന്താണ് ഓവറോൾ സിനിമ? ഇതൊരു ക്യൂട്ട് കുട്ടികളുടെ ഒരു സിനിമയാണ്. അപ്പൊ സൂപ്പർ ഹീറോ പടം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് സൂപ്പർ ഹീറോ പടം കണ്ട് ഇൻസ്പയർ ആയിട്ട് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളുടെ ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം പനുവെങ്കിൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. പിള്ളേരൊക്കെ കൂടി വെക്കേഷന് ഒത്തുകൂടി ഒരു പരിപാടിയായിട്ട് ഇറങ്ങുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. അത് ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ അതിനുവേണ്ടി എന്റെ പെങ്ങടെ മോനായിട്ടാണ് ശ്രീപദ് മാമന്റെ അടുത്ത് ഓരോ കുരിപ്പുകൾ വന്ന് ഓരോ പണി ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണ്. അത് ഭയങ്കര രസമാണ്. ഒരു ക്യൂട്ട് സിനിമയായിരിക്കും എന്തായാലും. അതെ, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ വന്ന് തിയേറ്ററിൽ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയും ഒപ്പം നമ്മളൊക്കെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും. നൊസ്റ്റാൾജി പരിപാടി ഉണ്ടാവും. അതുകൊണ്ടെന്നാണ്. ആരാണ് റിംഗോ? യു ആർ ദ റിംഗോ. ഓക്കെ, റിംഗോക്ക് എന്താ പറയാനുള്ള സിനിമയെ പറ്റിയിട്ട്? ഇത് ഫാമിലി മൂവിയാണ്. ഇതില് സാഡ്നെസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. മോന്റെ സൂപ്പർ ഹീറോ ആരാ? സ്പൈഡർമാൻ ആണ്. സ്പൈഡർമാന്റെ ഇതൊക്കെ ഉണ്ടോ ഇതിൽ? ഇല്ല, റെഫറൻസ് ഒന്നും ഇല്ല. മിന്നൽ മുരളിയുടെ റെഫറൻസുകളാണ്. ഓക്കെ, വിഷ്ണു ചേട്ടനായിട്ട് വർക്ക് ചെയ്തപ്പോ എങ്ങനെയാണ്? വിഷ്ണു ചേട്ടൻ എങ്ങനെയുണ്ട്? പറഞ്ഞോ. നല്ല സപ്പോർട്ടിങ് ആണ്. പിന്നെ പറഞ്ഞു ചിരിപ്പിക്കും, കോമഡി, അങ്ങനൊക്കെ അതൊക്കെയാണ്. യെസ്, പറയൂ ശ്രീപദ്, എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. മാമൻ. അതെ അതെ, വിഷ്ണു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നല്ല എക്സ്പീരിയൻസ് അല്ല, മൂവിനെ കുറിച്ചാണെങ്കിലും ചേട്ടനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സിനിമ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. അപ്പോൾ സൂപ്പർ ഹീറോ എന്നങ്ങനെ എടുത്ത് പറയാൻ പറ്റൂല, ബട്ട് ഒരു സൂപ്പർ ഹീറോ ഒരു ടച്ചുള്ള ഒരു മൂവിയാണ്. സോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ള ഒരു മൂവിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കാണാൻ പറ്റുന്ന മൂവി. അതെ. തിരുമേനി, ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമ്മളിപ്പോ ഈ സാഹിത്യത്തെ നിർവചിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു സാഹിത്യം എന്ന് പറഞ്ഞാൽ കുറേയധികം കട്ടിയുള്ള വാക്കുകൾ ഒരുമിച്ച് സംസാരിക്കുക, അഴീക്കോട് മാഷ് സംസാരിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബഷീർ കൃതികളൊക്കെ വായിച്ച സമയത്ത് വളരെ ലളിതമായി മനുഷ്യന്റെ സെൻസിറ്റിവിറ്റി കീഴടക്കുന്നതാണ് സാഹിത്യം എന്ന് എനിക്ക് തോന്നിയത്. ശരിക്കും അങ്ങ് സാഹിത്യത്തെ നിർവചിക്കുകയാണെങ്കിൽ എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട് ഒരു സാഹിത്യം എന്ന് പറയുന്നത്? അല്ല, പാട്ട് ചെയ്യുമ്പോഴെപ്പോഴും സിമ്പിളായിരിക്കണം.
അങ്ങനെയാണ്. ഏറ്റവും സിമ്പിളാവുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗ്യം. മറ്റേത് ഈ പദം ചിലർക്ക് ആവശ്യത്തിന് പടത്തിൻ്റെ ആവശ്യത്തിന് ചിലപ്പോൾ ഉപയോഗിക്കുന്നതാണ് ചില വാക്കുകളൊക്കെ നിവൃത്തിയില്ലാതെ. ശരിക്കും അവിടെയും സിംപ്ലിസിറ്റിയാണ് നല്ലത്. അത്രയും ലളിതമായിട്ട് പറയാം. അതെ, ലളിതമായിട്ട് പറയാം. എനിക്ക് വേണം അത് ആഷിഖിനെയും കൂടി ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും തിരുമേനി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ആഷിഖ്. ആഷിഖ് ഇന്ന് തുടക്കം തന്നെ തിരുമേനി ഇരിക്കണോണ്ടാണ് ഇതൊരു അനർഘ നിമിഷമാണെന്ന്. സത്യം സത്യം. ഞാൻ ശ്രദ്ധിച്ചില്ല അതറിയില്ല, ഞങ്ങളിരിക്കുമ്പോ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അല്ല, പക്ഷെ ഉറപ്പായിട്ടും ഇതൊരു അനർഘ നിമിഷം തന്നെയാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതുന്നത്. ഇടയ്ക്ക് മറ്റേതൊക്കെ വേണ്ടി വരും. ഘനം, അതെ, ഗാനമൊക്കെ പ്രമദവനമൊക്കെ ഇടയ്ക്ക് വേണ്ടി വരും. അതുപോലെ ഞാൻ പണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട്, എനിക്ക് അന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം ഉണ്ടായില്ല, സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എക്കാലത്ത് തന്നെ അലട്ടിയിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉള്ളിൽ. ഈ ഹരീഷ് ഹൻസിലെ പാട്ടാണ്. സാർ ഒരുപാട് തവണ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ, പക്ഷെ അവിടെ അല്ല എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഈ ആളുകള് ബിംബങ്ങളെ, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ബിംബങ്ങൾ എടുക്കും. ഒരു സോങ്ങിലേക്ക് ഒരു സംവിധായകൻ നമ്മളോട് പറയാൻ ഇതാണ് സിറ്റുവേഷൻ, ഒരു ത്രിമാന പ്രണയമാണല്ലോ അവിടെ. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയെ സൂര്യനും സ്വന്തം, ചന്ദ്രനും സ്വന്തം, സന്ധ്യയെ നീയുന്ന ആർക്ക് സ്വന്തം എന്ന് പറയുമ്പോൾ സന്ധ്യക്ക് ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരു അവസ്ഥയെ പ്രകൃതിയിൽ നിന്ന് ആ ഒരു ബിംബത്തെ എടുത്തിട്ട് കഥക്ക് കൊടുക്കുക എന്നുള്ളത് കുറേയധികം ആലോചനകൾക്ക് ശേഷം വരുന്ന ഒരു സംഭവമാണോ, അതോ പെട്ടെന്നൊരു ദൈവികത പോലെ ഒരു ഉള്ളിലേക്ക് വരുന്ന ഒരു സാധനമാണോ? പെട്ടെന്ന് വരുന്നതാണോ? സന്ധ്യ ആർക്ക് സ്വന്തം? അതെ, ശരിക്കും സന്ധ്യ ആർക്ക് സ്വന്തമല്ലേ? അതെ, രണ്ടുപേരും എന്റെ സ്വന്തമാണ്. പക്ഷെ സന്ധ്യക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. അതെ, പെട്ടെന്ന് അതപ്പോ പെട്ടെന്ന് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അതില് കൂടുതലൊരു കാര്യം പറയാനില്ല. അതെ, അതിന് വേറൊരു അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് വന്നതാണ്. ഈ അത് എഴുതിച്ചതാച്ചു, എഴുതിച്ച് പാടിയത്. അതുപോലെ തന്നെ ഈ സിറ്റുവേഷണൽ സോങ്സ്, അതായത് ഇപ്പോ കഥ നമ്മുടെ കയ്യിലുണ്ട്, കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഇതിലും ആ കഥയായി അല്ല പടത്തിന്റെ. അതെ അതെ, കംപ്ലീറ്റ് കഥ അങ്ങനെ. ഓക്കെ, കഥക്ക് മുമ്പ് എഴുതിയതാണോ പാട്ട്? അല്ല, ഷൂട്ട് ചെയ്യണതിന് മുമ്പ് എഴുതി. അതുപോലെ എന്നോട് ഈ വേഷങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ അതില് ആ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ നമ്മുടെ ഇയാളില്ലേ മറ്റേ അതിന്റെ കഥാകൃത്ത് റസാഖ് എന്നോട് നിങ്ങളിത് ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഞാൻ ഇനി അവരുടെ കഥ എഴുതാൻ വേഷങ്ങൾ ജന്മങ്ങൾ കഥ മുഴുവൻ കഴിഞ്ഞു. നിങ്ങൾ ഞാനിപ്പോ എന്താ എഴുതുന്നത്? അത് അറിയാതെ സംഭവിക്കുന്നതാണ്. നമുക്കറിയില്ല കഥയെ. അപ്പൊ എനിക്ക് നാടക ജീവിതമൊക്കെ എനിക്ക് ഓർമ്മയാണ്. ആവേശങ്ങൾ ജന്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സംവിധായകനെ ഒരു സിനിമയുടെ കഥ നമ്മളിലേക്ക് പറയുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ വൈഷമ്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നെഞ്ചിലേക്ക് വരാറുണ്ട്. ആ ഭാരം നമുക്ക് ഉണ്ടാവാറുണ്ട് എഴുതുമ്പോ വരും. പിന്നെ പവിഴമഴ തൂവൽപ്പൊഴിയും പവിഴമഴ എന്നൊക്കെ എഴുതുമ്പോ നമ്മുടെ ഉള്ളിൽ പ്രണയം പൂക്കോ? പിന്നെ തീർച്ചയായും എന്റെ ഉള്ളിലുള്ള പ്രണയമാണ്, അത് പൂക്കും. അതായിരുന്നു ഞാൻ ആ കഥാപാത്രങ്ങളുടെ വിഷമമൊക്കെ ഉണ്ടാവുമോ മനസ്സിൽ? ആ ഒരു മൂഡ് തന്നെ ആയിരിക്കും നമുക്ക് എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥ, എഴുത്തുകാരന്റെ മാനസികാവസ്ഥ പാട്ടിനെ സ്വാധീനിക്കാറുണ്ട്. അതായത് ഞാൻ വിഷമത്തിരിക്കുമ്പോൾ എനിക്ക് ലജ്ജാവതി എഴുതാൻ പറ്റും, അങ്ങനെ ഉണ്ടോ? അതായത് സാർ ഇപ്പൊ ഒരു മൂഡ് അല്ല, എഴുതാനൊരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മൂഡ് അല്ല പാട്ട് സിറ്റുവേഷൻ അറിയിക്കുന്ന മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് വരും. അതൊന്നും കലാകാരനെ സംബന്ധിച്ച പ്രശ്നമൊന്നുമല്ല. അവിടെ പേഴ്സണൽ സംഭവം ഒന്നും അവിടെ ബാധിക്കില്ല. പല കലാകാരന്മാരെ പറ്റിയും ലഹരി ഉപയോഗിച്ചാൽ അവർക്ക് ഒരു ട്രിഗറിങ് കിട്ടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താണ് അതിനെ പറ്റി? ഞാൻ ലഹരി ഉപയോഗിക്കും, അത് സംഗീതത്തിന്റെ ലഹരിയാണ്, മറ്റേ ഒരു ലഹരി ഉപയോഗിക്കില്ല. എനിക്ക് എന്നെ പുതിയ സമൂഹത്തിലെ മക്കളോട് പറയാനുണ്ട്, നിങ്ങൾ അതിലെന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം അതുകൊണ്ട് യാതൊരു കാര്യമില്ല, നമ്മളെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ക്രിയേഷനിൽ ഒന്നും തരില്ല. അങ്ങനെ തരുമായിരുന്നെങ്കിൽ ബാസോട്ടനൊക്കെ ഉപയോഗിക്കായിരുന്നു സ്ഥിരമായിട്ട്. ബാസോട്ടനൊക്കെ പിന്നെ വയലാർ ഉപയോഗിക്കായിരുന്നു. വയലാർ മദ്യപിക്കുമായിരുന്നു, പക്ഷേ ഒരിക്കലും അദ്ദേഹം എഴുതുമ്പം മദ്യപിച്ചിട്ടല്ല എഴുതുന്നത്. എല്ലാം തീർന്നിട്ട് രാവിലെ 3 മണിക്കോ 4 മണിക്കോ അവിടെ കിടന്ന് ഏതെങ്കിലും കഷ്ണം പേപ്പറിൽ പുള്ളി പലരും എഴുതിയിട്ട് അവിടെ ഇടും. അങ്ങനെയാണ്. അത് തപ്പിയെടുത്തിട്ടാണ് കൊണ്ടുവന്നത് വയലാർ, ദേവരാം മാഷ്.
കുട്ടനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് എടുത്തോളൂ കേട്ടാം. പല പാട്ടുകളും അങ്ങനെയാണ്. ഓക്കെ. ഇപ്പോൾ ആസ് എ മ്യൂസിക് ഡയറക്ടറല്ലേ, ഇപ്പൊ നമുക്ക് ഒരുപാട് അത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ നല്ല കാര്യമാണ് സാർ. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു ഇതുപോലെ സാറിനോട് ചോദിച്ചാലാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു മൂഡ് ക്രിയേഷൻ, അതായത് നമ്മളിലേക്ക് ഒരു കഥ വരുന്നു, ഈ കഥയ്ക്ക് അനുഗുണമായിട്ടൊരു സംഗീതം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ തരത്തിലുള്ള തോട്ട് പ്രോസസ്സിങ് നടക്കുക? അത് ആ സമയത്ത് നടക്കുന്ന സിനിമയുടെ കഥ പശ്ചാത്തലം എന്നെ എന്തായാലും ഹൗണ്ട് ടീമിനെ മനസ്സിലാക്കി എടുക്കാറുണ്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ ആ തലയിൽ ഉണ്ടാവാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം അത്രയും ഡെപ്ത് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ക്യാരി ചെയ്യുന്ന ഗുണമാണ്. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്യുന്നതുകൊണ്ട് പാട്ടുകൾ മാത്രമല്ല, ഓവറോൾ മൂവിയുടെ ഒരു കൺസെപ്റ്റും ഡെപ്തും ഉള്ളിലേക്ക് എടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് ഈ മെലഡി ചെയ്യുന്നതിനേക്കാൾ വലിയ പണിയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഭയങ്കര സംഭവം. അതിന് അസാധ്യമായ സംഗീതജ്ഞാനുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര ഇന്നർ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് BGM ചെയ്യുന്നത്. കാരണം സിനിമയെ മാറ്റാനും പറ്റും, എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചതെന്ന് പറയാതിരിക്കാനും പറ്റും, മിസ്ഗൈഡ് ചെയ്യാനും പറ്റും. മിസ്ലീഡ് ചെയ്യാതെ അതിന് കൃത്യമായിട്ട് എന്താണോ എഴുതി വെച്ചത്, ഞാൻ അതുകൊണ്ട് സ്ക്രിപ്റ്റ് വളരെ ശ്രദ്ധയോടെ വായിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റും റൈറ്റും ഈക്വലി വായിക്കാറുണ്ട്. എന്നാൽ മാത്രമേ എനിക്കത് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഇന്നർ മൂഡ് എപ്പോഴും ഓണാണ്. നടക്കുന്ന ആ സമയത്ത് നടക്കുന്ന സിനിമയുടെ മൂഡ് ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിലും എല്ലാത്തിനും വരാറുണ്ട്. ആരാണ് ഒരു ഫേവറേറ്റ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നത്? ഒരുപാടുണ്ട്. അടുത്ത ഒരാളാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാടുണ്ട്. എഴുത്തുകാരാണെങ്കിൽ ഞാർലി ബർമണ്ടി, എസ് ടി തോമസ് സാർ, MB ശ്രീനിവാസൻ സാറുടെ വലിയൊരു ആരാധകനാണ്. മൈക്കിൾ ജാക്സൺ സാറുടെ വലിയൊരു ആരാധകനാണ്. MB ശ്രീനിവാസൻ സാറൊക്കെ വളരെ റെയറായി അധികം പാട്ടുകൾ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തതെല്ലാം മണിമുത്തുകൾ എന്ന് പറയുന്ന പാട്ടുകളാണ്. വളരെ അണ്ടർ റേറ്റഡ് കമ്പോസറാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി രാജാ സാറുടെ ഇൻഫ്ലുവൻസ് എനിക്കും ജോസഫിലെ പാട്ടുകളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെജൻസ് എല്ലാം അത് വളരെ ടഫായിട്ടൊരു ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരം ഒരിക്കലും ഒരു കമ്പോസറിനും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. സ്വാതിരനാളിനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ MBS ആയിട്ട് എനിക്ക് വാട്ടർ ആയിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൽ അഭിനയിക്കുകയും ചെയ്തത്. അപ്പം ആ സമയത്താണ് MBS ആയിട്ട് എനിക്ക്. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിനിടെ അദ്ദേഹം മരിച്ചു. യവനിക പോലത്തെ സിനിമകളിലെ മിഴികളിൽ നിറകതിരായി, ചെമ്പക പുഷ്പസുവാസിതയ, അങ്ങനത്തെ പാട്ടിലേക്ക് വലിയൊരു ആരാധകനാണ്. അദ്ദേഹം മുഴുവനും എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്നതാണ്. ONV സാറാണ് കൂടുതലും ആ കോമ്പിനേഷനാണ്. സാർ ഏതാണ് ശരിക്കും കൂടുതൽ കംഫർട്ടും റിസൾട്ടും ഒക്കെ എഴുതിയിട്ട്? ഞാൻ എഴുതി കമ്പോസ് ചെയ്യുന്നതാണ്. കവിതയോടെ അത് ഇവർക്ക് ബുദ്ധിമുട്ടോ? നമ്മള് ഈ വിഷ്വൽ ആദ്യം സൗണ്ട് സ്കേപ്പ് സെറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സിനിമ കാണുമ്പോൾ സിനിമയുടെ ടോണാലിറ്റി എന്താണ്, ഇതിന് വേണ്ട സൗണ്ടിങ് എന്താണ് ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കമ്പോസിങ്ങിനേക്കാൾ ഉപരി ഒരു സൗണ്ട് പാലറ്റ് ഓൾറെഡി നമ്മുടെ തലയിൽ ഓടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്യൂണിലേക്ക് ആദ്യം ലോക്ക് ആവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രോസസ്സിൽ എന്തുകൊണ്ടും സിനിമയ്ക്ക് ഒരു ടോണാലിറ്റി സമ്മാനിക്കുമ്പോൾ ഈ പ്രോസസ്സാണ് കുറച്ചും കൂടി ഈസി. ഈ സമയത്ത് ഒരു തമാശ പറയാം. അതായത് എൻ്റെ ഈ വെളിക്ക് വരുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയ സമയത്ത് ഞാൻ രാജാ സാറായിട്ടൊരു പടം വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള സമയത്താണ്. അപ്പോൾ എനിക്കന്ന് രാവിലത്തെ അവിടുന്ന് രാവിലത്തെ 9 മണിയുടെ ഫ്ലൈറ്റിന് പിന്നെ ഹൈദരാബാദ് പോകണം. ഇത് ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി, മറ്റേ ഇതിൻ്റെ ദേശാടനത്തിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി. നാഷണൽ അവാർഡ് അല്ല, നാഷണൽ അവാർഡല്ല, മറ്റേ ഫിലിം ഫെയർ. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. മ്യൂസിക് ഡയറക്ടറിലെ അവാർഡ് വാങ്ങിയിട്ട് വാങ്ങാൻ പോകാന്നൊരു സാധാരണ ഇയാളുടെ വണ്ടിയിലെ. അപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഭയങ്കര ഹിറ്റാണെന്ന്. അപ്പോൾ ഒരു ചെറിയ ഈഗോ പ്രശ്നം അദ്ദേഹത്തിന് തോന്നിക്കാണെന്ന് ചിലപ്പോൾ എന്നോട് പറഞ്ഞു. അത് 3 സ്വരത്തിലാണ് മറ്റേ ഇത് വണ്ണം പിടിക്കാമെന്നൊക്കെ ചോദിച്ചു പിള്ളേരോട്. അവന് എനിക്കതൊന്നും தெரியாது സാർ, கொஞ்சம் எழுத தெரியும், அது எப்படி பாடலாம் தெரியும், அவ்வளோதான். എൻ്റെ മ്യൂസിക് അത്രേ ഉള്ളത്. അയ്യോ അതുதான் കറക്റ്റ്. ஆனால் 3 സ്വരത്തിനാണ് മറ്റേ ഇത് വണ്ണം പിടി അതൊക്കെ ശരിയാണ്. എനിക്കതൊന്നും അറിയില്ല. അവർക്ക് എനിക്ക് എഴുതാൻ പറ്റും കുറച്ച്, അത് എങ്ങനെ പാടാൻ പറ്റുന്നു അത്ര ഞാൻ നോക്കാറുള്ളത്. ഈ പറഞ്ഞ സിനിമകളിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കോമഡി സിനിമകൾ, നമുക്കൊരു ആക്ടർ എന്ന നിലയ്ക്ക് എന്താണ് കുറച്ചുകൂടി ചാലഞ്ചിങ്? അതായത് നമ്മൾ കോമഡി നമ്മൾ പണ്ടോട്ടെ കൈകാര്യം ചെയ്യുന്നൊരു ഫീലാണ്. പക്ഷെ അതിനപ്പുറം വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകളുണ്ടെന്ന് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വിഷ്ണു എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അതായത് ഇനിയും മികച്ച റോളുകൾ എന്നിലേക്ക് വരാനുണ്ട്, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സും പ്രാക്ടീസും ഒക്കെ പോകാറുണ്ടോ മനസ്സിൽ? ഉണ്ട്, തോന്നാറുണ്ട്. അങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ അതങ്ങനെ ഈ പറഞ്ഞ പോലെ അത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള
സിനിമയാണ് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് VC അഭിലാഷിൻ്റെ സിനിമ. അപ്പോൾ അതിൽ എനിക്ക് തന്നെ ഭയങ്കര ചേട്ടാ ഞാൻ കൊള്ളാമല്ലോ, നന്നായിട്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ആരും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിലുള്ള അത് കണ്ടവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാ അഭിപ്രായമൊക്കെ പറയാം. അപ്പം അതിൽ ഹ്യൂമറൊന്നുമല്ല, അതിൽ വേറൊരു പരിപാടിയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പുതിയ വേറെ വരാനുള്ള സിനിമകളുണ്ട്. എഴുത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കാണുമ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, എപ്പോഴാണ് ഇനി അടുത്ത നിങ്ങളുടെ സിനിമ വരുന്നത്? ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്, മീൻസ് സ്ക്രിപ്റ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്, അനൗൺസ് ചെയ്യാറായിട്ടില്ല. ലാലേട്ട മൂവി എന്തായി? അതൊന്നും അങ്ങനെ ഒരു പടമില്ല, അങ്ങനെ പറയുന്നു. നിങ്ങളിപ്പോൾ നിങ്ങൾ തിരുമേനിയെ കാണുന്നു, അതുപോലെ ഒരുപാട് പ്രതിഭകളെ നിങ്ങൾ ഈ ഒരു കാലയളവിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വിഷ്ണുകൃഷ്ണൻ ചേട്ടനുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇവരോടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടൂലേ? അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം എന്താ പറയാനായിട്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഓൾറെഡി ഒരു ആക്ടർ ആണല്ലോ, അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റൂല, കാരണം ആ സമയത്ത് ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നു. അതുപോലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് വിഷ്ണു ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ രണ്ടാമത്തതാണെന്ന് തോന്നുന്നു, 2 സിനിമ ചെയ്തു, ഇതും പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞൊരു മൂവി. അടിപൊളിയാണ്. മോനങ്ങനെ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി കോൺസെൻട്രേഷൻ, എന്നിട്ട് അതിലേക്ക് ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറച്ചും കൂടി അറിഞ്ഞിട്ട് അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെയൊക്കെ തോന്നി. ഹെൽപ്പും ചെയ്യും വിഷ്ണു ചേട്ടൻ, പറഞ്ഞൊരു അഡ്വൈസ് ഒക്കെ തരില്ലേ? അതേപോലെ ഇവരുടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതും ഒരു പഠനമാണ്. ശരി, യൂനോ കളിക്കാൻ പഠിച്ചു. ഞാൻ വിചാരിച്ചു എന്തോ അല്ല, ഇവരുടെ ഒരുപാട് പഠിക്കാനുണ്ടോ അല്ലേ? ഒരു തമാശക്ക് പറഞ്ഞു. അതെ അതെ. അല്ല, ഇവരുടെ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇവര് എത്ര ഈസി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അവരെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ചില ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ അതിന് ഭയങ്കര ഓവർ സീരിയസ്നെസ് കൊടുത്ത് അതിനു വേണ്ടി ഇത്ര ഇവർ കൂളായിട്ട് മൈൻഡ് ചെയ്യാണ്ട് കിടന്നിട്ട് പുഷ്പം പോലെ ആ സമയത്ത് അതൊക്കെ നടന്നു പോകും. അല്ല ഞാൻ പറഞ്ഞ അതൊരു കാര്യം. അതുപോലെ 1000 കാര്യങ്ങളുണ്ടല്ലോ. തിരുമേനി ഇപ്പോൾ ഒരുപാട് സിനിമകളിലെ ഭാഗമായിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം സംഗീതമായിട്ട് ബന്ധപ്പെട്ടതാണ് മോസ്റ്റ് റോൾസ്. അതല്ലാതെ ഒരു പെർഫോമൻസ് അഭിനയത്തിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം അഭിനയിക്കാൻ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെ, അത് സംഗീതമായിട്ടൊക്കെ അല്ലാതെ. മറ്റേ ആനയുടെ കഥ, ഒരു ആനക്കുട്ടിയുടെ പക്ഷെ ഇനി അല്ല ഇനിയും ചെയ്യാൻ പറ്റില്ല, ആവശ്യമില്ല. ഓ ഹേ അല്ല, അത് നമ്മുടെ ചേച്ചി പറയായിരുന്നു ഇവിടെ, തിരുമേനിയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അത് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഈ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ എന്നോട് വിളിക്കാറുണ്ടല്ലേ? ഞാൻ കേൾക്കാറുണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് ഭാരമാവും. ബാക്കി ഞാൻ എനിക്ക് ഇരുന്നിട്ട് ചെയ്യാറ്. ഒരു ഇന്റർവ്യൂ കുഴപ്പമില്ല, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോ തിരുമേനി റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരണതും ആരും പിടിക്കുമല്ലോ, തനിയെ നടന്നവരും കഴിയുന്നത്ര ചെയ്യും. പക്ഷെ ചലനത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം അതിന് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ഒരു ഡയലോഗ് പഠിക്കാനാണെന്നും പ്രശ്നമില്ല. ഇപ്പോഴും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കഥ എന്തെങ്കിലും കഥ എഴുതും. അല്ല, ഇപ്പൊ എന്തെങ്കിലും പ്രോസസ്സിംഗിൽ ഉണ്ടോ ഒരു സിനിമ? കഥ ഞാൻ എഴുതി സോപാനം. പിന്നെ ഇപ്പം എൻ്റെ പടം അതിൽ മിക്കവാറും ഞാൻ തന്നെ എഴുതി. എൻ്റെ ഒരു പടമുണ്ട്. അപ്പം അതിൽ ഞാൻ എപ്പോഴും വിഷയം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് വിഷയം ആലോചിക്കാം. ഞാൻ ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു പാകിസ്ഥാനി ഉണ്ട്. ആ പാകിസ്ഥാനെ വെച്ചിട്ടാണ് വേറൊരു കഥ എഴുതിയത്. ഇപ്പം ഞാൻ അത് ചെയ്തു കഴിഞ്ഞു, എനിക്ക് ഇറക്കണമെന്ന്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിക്കന്ന് അത് പാട്ട് പാടാൻ വിഷമില്ലാത്ത സമയത്താണ് ഹാർമോണിയം കഴിച്ച് ഞാനൊരു ഡിഗ്രി പാടി പിടിക്കുക ഒരു ഗൾഫിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരാളിങ്ങനെ നടന്നിരുന്നു, ഭയങ്കര ആചാരമായിട്ടൊരാൾ. ഞാൻ നടന്നു വരുമ്പോൾ ഇയാളെന്നോട് പറഞ്ഞു, അയാൾ പാകിസ്ഥാനിയാണ്, ഒരു ക്രിക്കറ്ററാണ്, പാടുകയും ചെയ്യും പറയുന്നത്. അയാൾ നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് പിന്നെ എന്നോട് ചേട്ടിൽ പറഞ്ഞു കളിവീട് ഒന്ന് പാടാന്ന്. ഞാൻ ഇയാൾക്ക് പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞു, ഇയാൾക്ക് കളിവീട് അറിയുന്നത്. അപ്പോഴാണ് അയാൾ പറഞ്ഞത് അയാൾ ശരിക്കും ബന്ധുക്കാരനായ ഒരു അച്ഛൻ്റെ പിന്നെ പാരമ്പര്യം ആസാദ് കാശ്മീരിലുള്ള ഒരു അമ്മയുടെ മോനാണ്.
ഇയാൾ താമസിക്കുന്നത് ഇവിടെയാണ്, സൗദി അറേബ്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഈ മനുഷ്യൻ എന്തോ അതിർത്തിയാണ്. നമ്മൾ പറയുന്ന അതിർത്തിയല്ല അയാൾ. ലോകത്തിന് അങ്ങനെ ഞാൻ പേരിട്ടു, മഴവില്ലിൻ്റെ അറ്റം വരെ. ഒരു മഴവില് ഒരു രാജ്യം തുടങ്ങിയാൽ മറ്റേ എവിടെ അവസാനിക്കുന്ന അത് അതാതെ കളിക്കാം, നമ്മളല്ല. ഇതാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റായ സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വിഷയം പറയാം. എന്നിട്ട് ഞാൻ ഡയലോഗ്സ് മാത്രം നമ്മൾ ഇയാളോട് എത്തിച്ചു, നമ്മുടെ റസാഖിനോട്. എല്ലാം ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തു. കഥ എഴുതി തിരക്കഥയായി സംഭാഷണം സംഭാഷണം അത് മുസ്ലിം പശ്ചാത്തലമാണ് സാർ. അതുപോലെ ഈ മിന്നൽ വളയുടെ ഒരു ബാക്ക് സ്റ്റോറി ഇപ്പോ ഞാൻ മുമ്പ് പറയുന്നത് കേട്ടു, ഓഫ്കോഴ്സ് രഞ്ജൻ സാറായിട്ട് പറയുന്നത് കേട്ടു. നമുക്ക് വേണ്ടിട്ട് അതൊന്ന് പങ്കുവെക്കും. ശരിക്കും മിന്നൽ വള പറഞ്ഞത് പെട്ടെന്ന് എഴുതിയാണെങ്കിൽ പോലും അത് അങ്ങനെ വന്നത് ഈ സീതയുടെ ബാക്ക്ഗ്രൗണ്ട്. രഘുവംശം എന്ന് പറഞ്ഞ കാവ്യമുണ്ട് കാളിദാസന്റെ. അതിൽ ഈ രാവണന്റെ വിമാനം പിടിച്ചെടുത്തതിന് ശേഷം പുഷ്പക വിമാനത്തിലാണ് ഇവർ രണ്ടുപേരോട് പോകുന്നത് തിരിച്ച് അയോധ്യയിലേക്ക്. ആ യാത്രയിൽ സീത ഭയങ്കര പ്രണയസംഘമായിട്ട് ആഹ്ലാദം കൊണ്ട് കൈ പുറത്തേക്ക് ഇട്ടത്. നമ്മളിപ്പോഴത്തെ ഫ്ലൈറ്റ് അല്ലാതെ അന്ന് പിന്നെ തുറന്ന പോയത്. കൈ പുറത്തേക്ക് ഇട്ടപ്പോൾ മിന്നലുകൾ കൊലയായി മാറിയത്. അതാണ് അങ്ങനെ എഴുതാൻ കാരണം. അതുകൊണ്ടാണ് മിന്നലോട് ആ കയ്യിലിട്ട പെണ്ണുടെ കൈ കാരണം നീ മാറിയില്ല. ഓക്കെ. അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രമദവനം പോലെയുള്ള ക്ലാസിക് ഹിറ്റുകൾ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് സോനാ സോനകളെ പോലുള്ള പാട്ടുകളുണ്ട്. ചെമ്പവിഴ ചുണ്ടിൽ മുത്തി ചൊക ചൊകന്ന് സാർ എഴുതിയിട്ടുണ്ട്. ലജ്ജാവതി അന്നക്കിളി നമുക്കുണ്ട്. അതുപോലെ രാക്ഷസി എൻകരളിൽ അല്ലെ, അത് അങ്ങനത്തെ പാട്ടുകളുണ്ട്. അപ്പൊ ഈ ഒരു അടിച്ചുപൊളി മൂഡിലേക്ക് വരുമ്പോൾ സാറിന് കുറച്ചുകൂടെ കിക്ക് തരുന്നത് എന്താണ്? ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചുപൊളി ആയാലാണ് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാവുക? അതെ അതെ അതാണ് ഞാൻ ചോദിച്ചത്. ഇമെയിലിൽ കത്തെഴുതാ, ഇന്റർനെറ്റിൽ നോക്കി വരാം. അതുപോലെ സോനാ സോനയിൽ ഒരുപാട് വരികൾ അങ്ങനെ ഉണ്ട്. കണ്ണ ലജ്ജാവതിയിലെ പാട്ട്, കറുപ്പിനിറക്, പിന്നെ ഇതിലുള്ള ജയരാജന്റെ ക്യാരക്ടറെ കയറും. താരേ താമ്പാറെന്ന് പറയുന്ന ക്യാരക്ടറാണ് അയാളെ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ. അതിന്റെ മെലഡിയാണ് അതിന്റെ പ്രധാനം. ചരണം മെലഡിയാണ്. മെലഡിയാണ്, ശരിയാണ്. ഓക്കെ. അപ്പോ സിനിമയിലേക്ക് തന്നെ ബാക്ക് ടു വരികയാണെങ്കിൽ മറ്റ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് വേറെ ആരൊക്കെയാണ് നമുക്ക് സിനിമയിലുള്ളത്? എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്? ഇതില് ഒരുപാട് ആൾക്കാരുണ്ട്. വിജിലേഷ് ഉണ്ട്, ബിനു ശശിറാം ഉണ്ട്, പാഷാണം സാജു ചേട്ടനുണ്ട്, അൻഷ ഉണ്ട്, മറീന മൈക്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ അമ്മയുടെ പേരെന്തായിരുന്നു, ഷൈനി സാറ ചേച്ചി ഉണ്ട്, അഞ്ജലി ഉണ്ട്, പിന്നെ അഞ്ജലിയുടെ മോള് ആവണി ഉണ്ട്. അങ്ങനെ ലാലുച്ചായനുണ്ട്. ലാലുച്ചായൻ ഒരു പ്രധാന വേഷമാണ് സിനിമയിൽ. ലാലുച്ചായൻ ഇപ്പൊ ഇവിടെ ഇല്ല, US-ലാണ്. അല്ലെങ്കിൽ പുള്ളി വന്നാനെ. ഇതിനു മുമ്പത്തെ പിന്നെ കിരണിന്റെ പടത്തില് ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്നെ വേണു വിളിച്ചിട്ട് ഞാൻ പോയിരുന്നു അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് ലൊക്കേഷനിൽ. ഇവര് ഉള്ള സമയത്ത് എന്നോട് വിളിച്ചിരുന്ന ഞാൻ പോയത്. ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി. അല്ല, സാറുണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ സിനിമകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതായത് പുതിയ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ട്, സിനിമക്ക് പോകാറുണ്ട്. അപ്പൊ അവസാനം കണ്ട ഒരു സിനിമ ഏതാ തിയേറ്ററിൽ പോയിട്ട് ഓർമ്മയില്? ഓക്കെ. എന്തായാലും നമുക്ക് പരിമിതമായ സമയമാണ്. ഒരുപാട് കാര്യങ്ങളും ചോദ്യങ്ങളും ഇനിയും ചോദിക്കാനുണ്ട്, പക്ഷെ സമയം പരിമിതമാണ്. എനിക്ക് നിങ്ങളെ കൂടാൻ പറ്റിയത് അതെ, ഞങ്ങൾക്കാണ് സാർ ഭയങ്കര ഭാഗ്യം. കാരണം ഇതെനിക്ക് ഇനി ലൈഫിൽ സംഭവിച്ചൊരു വലിയ നേട്ടമായിട്ട് ഞാൻ എന്താ പറയാ, എന്റെ നാഴികക്കല്ലുകളിൽ അടയാളപ്പെടുത്തിപ്പെടുന്നൊരു ഇന്റർവ്യൂ ആയിട്ട് മാറും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാർ, എപ്പോഴും ഈ എഴുതാൻ ശ്രമിക്കുന്ന ഞാൻ പണ്ട് BR പ്രസാദ് സാറിനൊക്കെ എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ഞാൻ എഴുതിയിട്ട് ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ആളെന്നെ തെറ്റൊക്കെ പണ്ട് തിരുത്തി തന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു പാട്ട് നജീം അർഷാദ് പാടിയിട്ടുണ്ട്,
പണ്ട് അതൊരു ചെറിയൊരു പാട്ടാണ്, സിനിമയല്ല, യൂട്യൂബിൽ ഇങ്ങനെ റിലീസ് ആയിരുന്നത് പണ്ടിട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ എഴുത്തെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന്റെ എഴുത്തുകളും ഗിരീഷന്റെ എഴുത്തുകളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഒരു വൻ വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അതെ.